പൊട്ടിച്ചോണ്ടുപോയി ഗൈസ്, മീൻ പൊട്ടിച്ചോണ്ടുപോയി. ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും പാറമട വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ലേറ്റായിരുന്നു നീ വലിച്ച് പോയില്ലെന്ന് അറിയത്തില്ല. വെട്ടിയുണ്ടോ? നമുക്കൊന്ന് പോകാൻ പറ്റുമോ? എൻ്റെ കൂടെ പറഞ്ഞു. എനിക്കും പേടിയാ. നല്ല മുട്ടനൊരു മീൻ വെട്ടിയിട്ടുണ്ട് ആ സൈഡിൽ. നമുക്കിതിൽ ഇങ്ങനെ കയറി പോകാം. നീ ഇവിടെ സ്റ്റേ ചെയ്യണം, ഞാൻ അവിടെ പൊട്ടിച്ചോണ്ടുപോയി. മീൻ പൊട്ടിച്ചോണ്ട് ജായിന്റ് എൻ്റെ മോനെ 2 മിസ് സീരിയസ് സാധനം. അമ്മയാണ് അവിടെ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം. ഞങ്ങൾക്ക് മീനെ കൊണ്ട് ചെല്ലുമെന്ന് പ്രതീക്ഷിച്ച്. തൂക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും രാവിലെ വന്നിട്ടുണ്ട്. നമ്മുടെ 3 ഫ്രോഗ് പൊട്ടിപ്പിച്ചോണ്ട് പോയായിരുന്നു. ഇനി നമ്മുടെ കയ്യിലുള്ള ഇതിൻ്റെ ഈ ഒരു ഫ്രോഗ് മാത്രമേ ഉള്ളൂ. ഒറ്റ ഫ്രോഗേ ഉള്ളൂ. ഇനി ലാസ്റ്റ് പീസാണ്. ഇവനെ വെച്ചിട്ട് നമ്മുടെ കോറിക്കകത്തുനിന്ന് മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ പാറക്കോറിയിലെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെവിടെ, സ്ഥലം എവിടെയാണെന്നൊക്കെ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ്, നമുക്കറിയാവുന്ന ഒരാടെയാണ്. അങ്ങനെയാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ അല്ലാതെ ആർക്കും വരാനും പറ്റത്തില്ല. പിന്നെ ഇവർ വിഷയമൊക്കെ ആവും ഇവിടെ വന്ന് ചൂണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അവന്മാരെ തൂക്കാൻ പറ്റുമെന്ന് നോക്കാം. അരി കിട്ടുമോ ഇന്ന് മീനെ? കിട്ടും. ഞങ്ങൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ അതുപോലെ ഭയങ്കര മഴയാണ്.
അതുപോലെ കഴിഞ്ഞ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചു, കഴിച്ചുകൊണ്ടിരുന്ന വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചു എൻ്റെ വീട്ടിലോട്ട് വന്നോട്ടായിരുന്നു. വീട്ടിലോട്ട് വരാൻ ചേട്ടാ, ഞാനിപ്പോൾ നിലവിൽ വാടക വീട്ടിലോട്ട് പോയി, വാടക വീട്ടിലാണ്. ലൊക്കേഷൻ വരുന്ന ആറന്മുള തന്നെയാണ്. ആറന്മുള വന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ ചേട്ടനൊരു മെസ്സേജ് ഇട്ടാൽ മതി, നമുക്ക് ഒരു ഫിഷിങ്ങിന് പോകാം കേട്ടോ. നമുക്ക് നമ്മുടെ രാവിലത്തെ പരിപാടി തുടങ്ങാം. ഗൈസ്, നമ്മളെ ഫ്രോഗ് ഇട്ടിട്ട് ആ ഫ്രോഗയിലൊന്നും അടിക്കുന്നില്ല. നമ്മളെന്തായാലും 2 സാധനം കൂടെ പയറ്റ് നോക്കാൻ പോവാം. എൻ്റെ ഒരു ലക്കി ലൂറുണ്ട്, ഒരു ടോപ്പ് വാട്ടർ, അതൊന്നെടുത്ത് അടിച്ച് നോക്കാം, നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം. സ്റ്റോപ്പ് മൈ ലക്കി ലൂർ. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ പാറക്കൂറിയിലെ വലിയ മീൻ നമ്മുടെ ഫ്രോഗ് മൊത്തം പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് ഇപ്പോൾ ഫ്രോഗ് മേടിക്കാൻ പോകും. കാരണം അവന്മാരെ ഇന്ന് നമ്മൾ പൊക്കിയിട്ടേ പോകത്തുള്ളൂ, ഒരുത്തനേലും നമ്മൾ പോകും. കാരണം അതുപോലത്തെ വലിയ മീനാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അതെന്തുവാ, ഇനിയും വാഹയാണോ ചേർമീനാണോ അതോ ഇനി വേറെ വല്ല മീനാണോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും സൈസുള്ള മീനാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അതിന് എന്തായാലും പിടിക്കാനായിട്ടുള്ള പരിപാടിയാണ്, ഞാനും ഹരിയും കൂടെ. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ മുത്തേൻ്റെ അവിടെ പോയിട്ട് നമുക്ക് 2 ഫ്രോഗ് മേടിച്ചുകൊണ്ട് വന്നിട്ട് എന്തായാലും അവനെ തൂക്കാനുള്ള പരിപാടി. നമുക്ക് നേരെ പോയിട്ട് ഫ്രോഗ് മേടിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ മുത്തേൻ്റെ കടയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ഫ്രോഗ് എടുത്തിട്ട് നമുക്ക് മറ്റന്മാരെ തൂക്കാൻ വേണം. അപ്പോൾ നമുക്ക് നേരെ കടയിലോട്ട് കയറിയിട്ട് ഫ്രോഗ് എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ മുത്തേൻ്റെ അവിടെ വന്നിട്ട് നമ്മുടെ ഏതൊരു തവളയാണോ പൊട്ടിച്ചുകൊണ്ട് പോയത് അത് തന്നെ മേടിച്ചിട്ടുണ്ട്. മുത്തേട്ട ഞങ്ങൾ ഇവനെ കൊണ്ട് പോയിട്ടുണ്ടല്ലോ, അവനെ തൂക്കാൻ പോവാം. ഇന്നൊന്നും അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, മുത്തേൻ്റെ അടുത്ത് വന്നാൽ മതി. എല്ലാ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനം ഇവിടെ ഉണ്ട്. അതുപോലെ ഇങ്ങോട്ട് വരുന്ന റൂട്ട് ഞാനിപ്പം ജസ്റ്റ് നിങ്ങളെ വീഡിയോക്കകത്ത് കാണിക്കാം കേട്ടോ. പോയി നമുക്ക് അറ്റാക്ക് തുടങ്ങാം. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പൊട്ടിച്ചവനെ നമ്മൾ തൂക്കാതെ ഇന്ന് പോകത്തില്ല. ഇതിൻ്റെ അകത്ത് കാരണം ഇഷ്ടംപോലെ മീനുണ്ട് നമ്മുടെ കോറിക്കകത്ത്. അത്യാവശ്യം ഹെവി സൈസ് സാധനം നമുക്ക് അടിച്ച് പോക്കാം. നിങ്ങൾ കണ്ടില്ല, നമുക്കൊന്ന് ഹുക്കപ്പ് പോലും കൊടുക്കാൻ പറ്റില്ല, അതിന് മുമ്പ് പൊട്ടിച്ചുണ്ട്. അപ്പോൾ നമ്മൾ സാധനം എല്ലാം സെറ്റ് ചെയ്തു. നമ്മുടെ മുത്തേൻ്റെ കടയിൽ പോയിട്ട് നമ്മുടെ
സാധനം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഇവനെ വെച്ച് തന്നെ നമ്മൾ അടിക്കാൻ നോക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെറിയുടെ ഒരു ഫ്രോഗും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അത് ഞാൻ അടിക്കാൻ നോക്കും. മാക്സിമം ഞാൻ അടിപ്പിക്കാൻ നോക്കും. പക്ഷേ അടിക്കുകയില്ലെന്ന് നമുക്കൊന്നും അറിയത്തില്ല. കാരണം കിടക്കുന്ന ജൈൻറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ജൈൻറ്റ് സാധനമാണ്. അപ്പോൾ നമുക്ക് നേരെ കയറി പോകാം. ഗൈസ്, നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാറമരക്കകത്ത് നമുക്ക് ഒരുപാട് കിടന്ന് അലയ്ക്കാൻ പറ്റത്തില്ല. നമ്മളെന്തായാലും നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഫ്രൂഗിവാരിൻ്റെ ടണ്ടറിട്ടിട്ട് നമുക്ക് എറിയുന്നുണ്ട്. കവറ് പൊട്ടിച്ചെടുക്കുക, എടുത്ത് നമുക്ക് എറിഞ്ഞ് നോക്കാം. മീൻ ചാടിയുണ്ട്. ആ സ്പോട്ടുണ്ടോ ആ മൂലയ്ക്ക് ഇപ്പം മീൻ ചാടിയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കിടക്കുന്ന മീനെല്ലാം ഭയങ്കര വലിയ മീനാണ്. ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് ആ മീനെ അങ്ങോട്ട് ചാടുന്നത് കാണാം. അതായത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് കിടക്കുന്ന സൈസ് മീനുണ്ട്. പക്ഷേ അടിച്ച് കഴിഞ്ഞ് ഒന്നില്ല അത് പൊട്ടിക്കും, ഇല്ലേ കരയിൽ കയറി. എന്തോ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇറങ്ങിയേക്കും. ശരി, നമുക്ക് അങ്ങോട്ട് കാണാം. ഫ്രോഗ് മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ആദ്യത്തെ 2-3 നേരം എറിഞ്ഞ് 3-4 പേരിൽ അടിയ. അയ്യോ ഹരി, പക്ഷേ നമുക്കൊരബദ്ധം പറ്റും. നമ്മൾ ഹൈറ്റില്ല. കുട്ടിയ നല്ല സ്പീഡിൽ ഹുക്കായിരുന്നു കേട്ടോ. ടെറി പൊളിച്ച് ഇനി ചെറിയ ചെറിയ കേട്ടോ. ഇതാ ഹുക്ക് കയറിയുന്നുണ്ടോ? മുട്ടയാട്ടെ. അടിപൊളി ഭംഗി കാണാനില്ലേ? ഇല്ലേടി എടി, നമ്മളങ്ങനെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയടാ. ഗൈസ്, നമ്മുടെ കോഴിയിലെ ചെറിയ ചെറുമീനാണ് കേട്ടോ. ഇതാ അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗി എന്ന് പറയാൻ നല്ല ഭംഗി. വാ, പൊളിച്ച് മോനെ. ഇനി കിടക്കുന്നതേ ഉള്ളൂ നമുക്ക് അടിക്കാൻ. ഇവനൊന്നുമല്ല നമുക്ക് വേണ്ട പൊട്ടിച്ചുകൊണ്ട് പോയാൽമാരാ. അപ്പോൾ ആലോചിച്ച്, ഈ സൈസ് ചേറുമീൻ വരെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ചേറുമീൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സൈസാണ്. പൊളിച്ച് ഗൈസ്. ഇതിൻ്റെ നമ്മുടെ ചേറുമീനെ കണ്ടില്ലേ? ആദ്യം തന്നെ നമ്മളെ ഹരി വന്നിട്ട് ആദ്യത്തെ മീനാണ് നമ്മുടെ കേട്ടോ. കുഞ്ഞതാണേലും ഇവനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഹരിക്ക് ഇന്ന് വറുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ഇന്നത്തെ ഹരിയുടെ സന്തോഷം നിങ്ങളൊന്ന് കാണുന്നത്. ഹരിക്ക് നാണിക്കുന്ന എന്തിനാണ് കേട്ടോ. ഹരി നമ്മുടെ കൂടെ വന്നിട്ട് ആദ്യത്തെ ഹരി എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാ
അപ്പം ഇവനെ നമ്മളുണ്ട് ഹരിക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മുടെ മുത്തിയേൻ്റെ കടയിൽ പോയിട്ട് ഞാൻ ഫ്രോഗ് മേടിച്ചുകൊണ്ട് വന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറിയുടെ ഫ്രോഗ് മാറ്റിയിടാം, ഏതെങ്കിലും ഫ്രോഗ് മാറ്റിയിടുമ്പോൾ ചേഞ്ച് അടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ അടിച്ച് കയറ്റി, ചെറുതോ വലുതോ നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, പൊളിച്ചു. അപ്പം നമുക്ക് എന്തായാലും ബാക്കി കാസ്റ്റിങ് ചെയ്ത് നോക്കാം. എന്തായാലും ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ സൈസല്ല, നമ്മൾ ആദ്യം പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ വലിയ സൈസാണ്, അതിനേക്കാട്ടി വലുതുണ്ടെന്നാണ് ഇവിടെയുള്ളവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കയറി അതിനെ ചാക്കിലോട്ട് ഇട്ടിട്ട് ഓക്കെ. പറഞ്ഞ് മീനെ പിടിക്കുക എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ എറിഞ്ഞ് നമ്മൾ ട്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇത്രയും ദിവസം പറ്റിച്ചുകൊണ്ടിരിക്കുക, 3ാമത്തെ ദിവസം ഇത്. ഞങ്ങളെ 3 ദിവസമായിട്ട് ഇവിടെ പറ്റിച്ച് ഞങ്ങളെ ഒരു പരുവാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇനിയും കിടക്കുന്ന ഇവിടെ വലിയ മീൻ അത്യാവശ്യം കിടക്കുന്നത് 3 ആമൂലൊക്കെ, പക്ഷെ നമുക്ക് അവിടെ എറിയാൻ പറ്റുന്നില്ല. അത് വെളിയിലോട്ടിറങ്ങി അടിക്കുന്നുമില്ല. അതൊരു കാട് ഏരിയ വള്ളിയാണ്. ആ റൂട്ടിൽ എറിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കുരുങ്ങി പൊട്ടാൻ ചാൻസ് ഇല്ല. നമുക്കപ്പോൾ ഇച്ചിരി വൈഡാക്കി എറിഞ്ഞെറിഞ്ഞ് മീനെ കൊണ്ടുവന്ന് അടുപ്പിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാശിങ് നോക്കാം. ഫ്രീയാണ് ഇത് ഫ്രീയാ. പഠിച്ച മീനുകളാണ് ഇവിടിൻ്റെ അത് കിടക്കുന്നവന്മാർ. ദയ്യോ, ഇത് കണ്ടോ, സ്റ്റിക്കിൻ്റെ ടോപ്പ് ഊരിപ്പോയി ഗൈസ്. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോഴും ഞാൻ മീൻ അടിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് ഈ സ്റ്റിക്ക് ഒടിഞ്ഞു പോകത്തേ ഉള്ളായിരുന്നു. ഇത് എൻ്റെ ഫസ്റ്റ് സ്റ്റിക്കാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് നല്ലൊരു റോഡ് വേണമെന്ന് തോന്നിയിട്ട് മേടിച്ചൊരു സ്റ്റിക്കാണ് പെൻ സ്ക്വാഡ്രോൺ. ഇത് പഴയ മോഡലാണ് കേട്ടോ. ഇതിന് ഇപ്പം എന്താണ്ട് ഒരു 7 വയസ്സോളം ഉണ്ട്, 7 6 വയസ്സോളം ഉണ്ട് ഈ സ്റ്റിക്കിന് തന്നെ. 7 വർഷത്തെ പഴക്കം. എന്നെ ഇങ്ങനെ ആക്കിയവൻ ഇവനാണ്. ഗൈസ് അതേപോലെ ഒരുപാട് ക്ഷീണിച്ചു കേട്ടോ. നമ്മളെ അവൻ നന്നായിട്ട് പറ്റിക്കുന്നുണ്ട്. അവൻ നല്ല പണിയറിയാവുന്ന മീൻ എന്തായാലും കിടക്കുന്ന വലിയ മീൻ മൊത്തം. നിങ്ങൾ ജസ്റ്റ് വേണേൽ ഇതൊന്ന് കണ്ടു നോക്കുക. ഞാൻ എറിഞ്ഞ് അത്യാവശ്യം ഒരു 1.5 മണിക്കൂറിനകത്ത് വലിച്ച പാടാണ് നിങ്ങളെ കാണുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ചെറിയ മീനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനെയും കൊണ്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിക്കാനായിട്ട് പോകണം. ഞാൻ ഹരി ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പോൾ ഹരിക്ക് കുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. കുക്കിങ് അധികം ഒന്നും കാണിക്കുന്നില്ല. കാരണം കുക്കിങ് അതിൻ്റെ അകത്തൊന്നുമില്ലല്ലോ. മുളകുപൊടി മഞ്ഞപ്പൊടിയൊക്കെ തേച്ചിട്ട് വറുത്തെടുത്ത് തിന്നുന്നു, അത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ എൻ്റെ വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ 3 ഫ്രോഗും പൊട്ടിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് ചെറുതിനെ കിട്ടിയുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് ടയേർഡ് പോയി. കാരണം എറിഞ്ഞെറിഞ്ഞ് ഒരുപാട് ടയേർഡായി. അതിൻ്റെ ഇടയ്ക്ക് ആ വലുത് എനിക്കൊരു സ്ട്രൈക്ക് തന്നിട്ട് അവനെ നമുക്ക് ഇതുവരെയും കയറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങളിപ്പം ലൈറ്റൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കയറി വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു കാറിൻ്റെ അകത്തോടൊക്കെ കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും അരി ഇപ്പോൾ ഇവിടുന്ന് പോവാണ്. എന്തായാലും നമ്മൾ ഈ പാർട്ട് ഇവിടെ വെച്ച് എടുത്തുവാണ്. നമ്മൾ ഇതിൻ്റെ അകത്തെ മീൻ എന്തായാലും കൺഫേമായിട്ട് വലിയ മീനെ നമ്മൾ പിടിക്കും. ചിലപ്പോൾ ഈ കോറി ഞങ്ങൾ വറ്റിച്ചിട്ടാണല്ലോ അവന്മാരെ ഞങ്ങൾ പിടിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ടാറ്റ.